നിതിൻ്റെ മരണത്തിന് പിന്നാലെയെങ്കിലും ആ പേടിയുടെ വല്ലാത്ത ഭിത്തി മറികടന്ന് കുറച്ച് കുട്ടികളെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഒരിക്കൽ കൂടി. ആ വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള ഹരാസ്മെന്റും കളർ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കളർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്റ്റുഡൻസിനെ പറയുന്നത് ഫാറ്റി, തിൻ, ലീൻ, കോക്രോച്ച്. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തപ്പം പുള്ളി ക്ലാസ്സിൽ വന്നിട്ട് ആരാണ് കംപ്ലൈന്റ് കൊടുത്തത്, നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങൾ ഞാൻ ഇപ്പൊ തിന്നാണെങ്കിൽ എനിക്ക് നിന്റെ പേരറിയില്ല, നീ തിന്നാണ്, അപ്പൊ ഞാൻ നിന്റെ തിന്നെന്ന് വിളിക്കുന്നു. അതല്ലാതെ ബോഡി ഷെയ്മിങ് ഒരു പ്രശ്നമാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. ബൈ ദ ടൈം നമ്മൾ ഫൈനൽ ഇയർ എത്തിയപ്പോൾ തേർഡ് ഇയർ ആയിരുന്നു പുള്ളിക്കാരൻ്റെ ക്ലാസ്. തേർഡ് ഇയർ എത്തിയപ്പോൾ നമുക്കത് നോർമലൈസ്ഡ് പോലെയായി. അത് ബോഡി ഷെയ്മിങ് ചെയ്യുന്നതുണ്ട്, കളർ വെച്ച് പറയുന്നതുണ്ട്, പിന്നെ ഏത് റിലീജിയൻ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, പേരൻസിൻ്റെ ഇൻകം, അവരുടെ ജോലി അങ്ങനെ പറ്റി ചോദിക്കുന്നൊരിതുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുക, ചോദിക്കുക, അങ്ങനെയുള്ളൊരു. അജീഷ് ശിവകുമാർ വിവരങ്ങൾ ചെയ്യുന്നു. അജീഷ്, ആ കുട്ടി പറയുന്നത് 101% ശരിയാണെന്ന് ബോധ്യമുണ്ട്. കാരണം ഒന്നല്ല, പല കുട്ടികൾ ഈ പറയുന്ന ബ്ലാക്കി, തിന്നി, മെലിഞ്ഞ കുട്ടികളെ വിളിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അങ്ങേയറ്റത്തെ അധിക്ഷേപിക്കലാണ്, ഒന്ന് വിഷ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡോക്ടർ വരാന്തയുടെ ഇങ്ങേയറ്റം നിന്നു, അങ്ങേയറ്റം നിന്നു, എന്തോ ഓർത്ത് വിഷയ മറന്നുപോയത് തോപ്പിച്ച കുട്ടി ഇന്നലെ നീ മെസ്സേജ് അയച്ചു. അങ്ങനെയുള്ള അങ്ങേയറ്റത്തെ പീഡനങ്ങളുടെ 100 കാര്യങ്ങൾ പുറത്തു പറയാൻ ഭയമുള്ള കുട്ടികൾ നമുക്ക് ഈ പറഞ്ഞ പല രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കുട്ടിയെങ്കിലും തുറന്നു എന്ന് പറഞ്ഞു. സത്യമായിട്ടും എനിക്ക് ആ കോളേജിൽ പഠിക്കുന്ന ആ കുട്ടിയുടെ ഭാവിയിൽ എനിക്ക് ഭയമുണ്ട്. അജീഷ്, ഗതികെട്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ തുറന്ന് പറയുന്നത്. കാരണം ഈ പലർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അതത് നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ആ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ താക്കീതിൽ ഒതുക്കി വിടുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ കോളേജ് യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. പേരെന്താ? ഈ അധ്യാപകനെതിരെ, റാം എന്ന് പറയുന്ന അധ്യാപകൻ, ഈ സംഗീത എന്ന് പറയുന്ന അധ്യാപകൻ, ഇവർക്കെതിരെ മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ അറിയാമോ, കേട്ടിട്ടുണ്ടോ? അല്ല, ഈ റാം സാറിൻ്റെ പേരിൽ ഇതേപോലെ അലിഗേഷൻസ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷനൊക്കെ ഓൾറെഡി നമുക്ക് ഉള്ള സംഭവം തന്നെയാണത്. ഈ നിതിൻ രാജിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും അറിയാമായിരുന്നു നിങ്ങൾക്ക്? ഇല്ല, നിതിൻ രാജ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ നേരിട്ട് ബന്ധമില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് നമ്മളിപ്പോൾ നിങ്ങളറിയുന്നതോടൊപ്പം നിതിൻ രാജിൻ്റെ മരണത്തോടു കൂടിയാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഈ മുമ്പ് ഒരുപാട് കുട്ടികൾ പരാതി കൊടുത്തിട്ടില്ലായിരുന്നു ഈ അധ്യാപകനെതിരെ? അതെ, നമ്മൾ വെർബലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1-2 പരാതികൾ പോയിട്ടുണ്ട്, അതിന് സസ്പെൻഷൻ നേരിട്ടിട്ടുമുണ്ട്. ഈ അധ്യാപകന് നടപടി എടുത്തിട്ടുണ്ട്. കുഹാസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നടപടി എടുത്തിട്ടാണ് സസ്പെൻഷൻ ആയിട്ടുള്ളത്. ഈ നടപടിയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഇതേ പ്രവൃത്തി തന്നെ ഈ അധ്യാപകൻ ആവർത്തിക്കുകയാണ്? അതെ, ആദ്യത്തെ 1-2 ആഴ്ച സാധാരണ പോലെ ഇരുന്നു, പിന്നെ അതിനുശേഷം പഴയ പോലെ തന്നെ പഴയപടി പരാതി കൊടുത്ത വിദ്യാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് ഇയാൾ സ്വീകരിച്ചിരുന്നു. അതെ, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്റേണൽ മാർക്കൊക്കെ നിങ്ങളെ കുറയ്ക്കുക, അങ്ങനത്തെ ദ്രോഹമാണോ? ഇന്റേണൽ മാർക്ക് കുറയ്ക്കുക, അറ്റൻഡൻസ് കട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അശ്മി, ഇതാണ് കാരണം. ഈ വ്യക്തിപരമായിട്ട് ഇവരുടെ നമ്മളൊരു കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ കുട്ടികളുടെയും മതം ചോദിക്കുക, അവരുടെ കുടുംബ വരുമാനം ചോദിക്കുക, അങ്ങനെയൊക്കെ തരം തിരിച്ച് ചോദിച്ച് ഓരോ കുട്ടികളെ വേർതിരിച്ചാണ് ഈ അധ്യാപകൻ കണ്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഈ വിദ്യാർത്ഥികൾ തന്നെ തുറന്നു പറയുകയാണ്. മാത്രമല്ല അവരെ പേര് വിളിച്ച് അധിക്ഷേപിക്കും, പല പേരുകൾ വിളിച്ച് അവരെ നിറത്തിൻ്റെ ആ നിറം പരിഗണിച്ച് അവരുടെ ശരീരഘടനയൊക്കെ വെച്ച് അവരെ അധിക്ഷേപിക്കുക. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ അധ്യാപകനെതിരെ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ അധ്യാപകനെതിരെ മുമ്പും ഈ ഡീനിന് പരാതി നൽകിയിട്ടുണ്ട്. കുഹാസിൽ ആരോഗ്യ സർവകലാശാലയിൽ പരാതി പോയിട്ടുണ്ട്. അദ്ദേഹം നടപടി നേരിട്ട ആളാണ്. ഈ നടപടി നേരിട്ടിട്ട് തിരിച്ചു വന്നിട്ട് പോലും അധ്യാപകൻ ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള കാര്യം. എന്തായാലും വിദ്യാർത്ഥികൾ തുറന്നു പറയാൻ ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ 1ാം വർഷ BDS വിദ്യാർത്ഥികളോട് ഇപ്പോൾ ഈ കോളേജിലേക്ക് വരണ്ട എന്ന് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് 2-3 ദിവസത്തേക്ക്. അങ്ങനെ 1ാം വർഷ വിദ്യാർത്ഥികളൊന്നും ഇവിടെ ക്യാമ്പസിലില്ല. പക്ഷേ ഈ അധ്യാപകൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികളാണ് ഈ അധ്യാപകൻ റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. നമ്മുടെ നിതിൻ്റെ അച്ഛനമ്മയും കാണുകയാണ്. അവർ പറയുന്നത് 101% ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രതികരണം. അത് ലോണാപ്പ് എന്നതിൻ്റെ പിന്നാലെയൊക്കെ അന്വേഷണത്തിന് പകരം ആ കുട്ടികളുടെ വിശ്വാസത്തിലെടുത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും ആ കുട്ടികൾ അവിടെ അനുഭവിക്കുന്ന മാരകമായ പീഡനങ്ങളുടെ അവസ്ഥ. അതിനൊക്കെ ഈ അന്വേഷണ സംഘം തയ്യാറാകുമെന്ന് കാത്തിരുന്ന് കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.